യൂട്യൂബ് അൽഗോരിതം നമ്മുടെ വീഡിയോയ്ക്ക് കൂടുതൽ റീച്ച് തരുന്നതിനായി ഏറ്റവും കൂടുതൽ നോക്കുന്നത് നമ്മുടെ വീഡിയോയുടെ തംബ്നെയിൽ, ടൈറ്റിൽ, അതുപോലെ ഓഡിയൻസ് റിട്ടൻഷൻ. ഈ 3 കാര്യങ്ങൾ നോക്കിയിട്ടാണ് നമ്മുടെ വീഡിയോയ്ക്ക് കൂടുതൽ റീച്ച് കിട്ടുന്നതും വ്യൂസ് കിട്ടുന്നതും. ഇത് ഞാൻ എൻ്റെ പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ളതുമാണ്. ഈ കാര്യങ്ങൾ ശരിയാണ് എന്നുള്ള രീതിയിൽ തന്നെ യൂട്യൂബും ഇതിൽ കൂടുതൽ സ്ട്രെസ് കൊടുത്തുകൊണ്ട് ഈ തംബ്നെയിലിൽ പുതിയ പുതിയ റൂളുകൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ പുതിയ പുതിയ തംബ്നെയിൽ പോളിസികളും കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ 5 അപ്ഡേറ്റുകളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇതിൽ 2 അപ്ഡേറ്റ് നോർമലായിട്ടുള്ള അപ്ഡേറ്റുകൾ തന്നെയാണ്. പക്ഷേ 3 അപ്ഡേറ്റുകൾ ഓൺലി ആൻഡ് ഓൺലി തംബ്നെയിലിനെ കുറിച്ച് വേണ്ടി മാത്രമുള്ള അപ്ഡേറ്റുകളാണ്. ഇത് എല്ലാ ക്രിയേറ്റേഴ്സും അറിഞ്ഞിരിക്കേണ്ട അപ്ഡേറ്റുകൾ തന്നെയാണ്. ഈ 5 അപ്ഡേറ്റുകളും ഈ മാർച്ച് 2026 തന്നെ ഓൾറെഡി റോൾ ഔട്ട് ആയിട്ടുമുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്താൽ ലാസ്റ്റ് വരെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ കമൻസ് ഒന്ന് അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഒന്നാമത്തെ അപ്ഡേറ്റ് അതൊരു നോർമലായിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്. അതായത് ഈ യൂട്യൂബ് പ്രീമിയം യൂസേഴ്സിന്, അതായത് യൂട്യൂബ് പ്രീമിയം സബ്സ്ക്രിപ്ഷൻസ് എടുത്തിട്ടുള്ള യൂസേഴ്സിന് അവർക്ക് ഈ യൂട്യൂബിൽ VIP മോഡിൽ, അതായത് പിക്ചർ ഇൻ പിക്ചർ മോഡിൽ വീഡിയോസ് കാണാൻ പറ്റും. അതായത് അവർ യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിനെ ഇതേപോലെ അവർക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്തിട്ട് ഏതെങ്കിലും ഒരു സൈഡിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് പിന്നെ മറ്റേതെങ്കിലും ചാനൽ ഓപ്പൺ ചെയ്യുകയോ മറ്റേതെങ്കിലും വീഡിയോ ഓപ്പൺ ചെയ്യുകയോ ചെയ്യാം. എന്നിട്ട് വീണ്ടും തിരിച്ച് ഈ വീഡിയോയിലേക്ക് തന്നെ അവർക്ക് വരാനും പറ്റും. ഈ ഒരു ഓപ്ഷൻ ഈ യൂട്യൂബ് പ്രീമിയം യൂസേഴ്സിന് വേണ്ടി മാത്രമുള്ളതായിരുന്നു. പക്ഷേ ഇനി മുതൽ കുറേ ആളുകൾക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ഈ യൂട്യൂബ് പ്രീമിയം ഇല്ലാത്തവർക്കും ഈ ഒരു ഓപ്ഷൻ ഇനി മുതൽ കിട്ടുന്നതായിരിക്കും. എനിക്കും യൂട്യൂബ് പ്രീമിയം ഇല്ല, പക്ഷേ എനിക്കിത് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്കിത് കാണിച്ചു തരാനും പറ്റുന്നത്. ഇതിപ്പോൾ എക്സ്പെരിമെൻറ്റിലാണ്. ഈ എക്സ്പെരിമെൻറ്റ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഈ ഒരു ഓപ്ഷൻ കിട്ടുന്നതായിരിക്കും. ഇതാണ് ഒന്നാമത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത അപ്ഡേറ്റും നോർമലായിട്ടുള്ള ഒരു അപ്ഡേറ്റ് തന്നെയാണ്. പക്ഷേ നിങ്ങളിൽ പലർക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണിത്. അതായത് നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ ഇപ്പോൾ AI ഇൻബിൽറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോയിലെ അനാലിറ്റിക്സിൽ ഈ ഡെമോഗ്രഫിക്സ് കാണിക്കുന്നിടത്ത് നമ്മുടെ ഏജ് ഗ്രൂപ്പിനനുസരിച്ച് എത്ര വ്യൂസ് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് കാണിക്കാറുണ്ട്. നിങ്ങളിൽ പലർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. അതായത് 13 വയസ്സ് തൊട്ട് 17 വയസ്സ് വരെ ഇത്ര വ്യൂസ്, 18 വയസ്സ് തൊട്ട് 24 വയസ്സ് വരെ ഇത്ര വ്യൂസ്, 25 തൊട്ട് 34 വരെ ഇത്ര വ്യൂസ്, ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് താഴെയായിട്ട് കാണിക്കും. പക്ഷേ ഇവിടെ കാണിക്കുന്നത്, ഇതുവരെ കാണിച്ചിട്ടുള്ളത് ഇത് എക്സാക്ട്ലി അല്ല. ഏതാണ്ട് ഒരു അപ്രോക്സിമേറ്റ് യൂട്യൂബ് കണക്കാക്കി ഈ AI ഡിറ്റക്ട് ചെയ്തിട്ട് കാണിക്കുന്നതാണ്. പക്ഷേ ഇനി മുതൽ ഇതിനെ എക്സാക്ട്ലി ആക്യുറേറ്റ്ലി AI ഡിറ്റക്ട് ചെയ്ത് കാണിക്കുമെന്നാണ് ഇവിടെ പറയുന്നത്. അതായത് ഈ 18 വയസ്സിന് താഴെയുള്ള അണ്ടർ 18 ആയിട്ടുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ വീഡിയോസ് കാണാറുണ്ട്. പക്ഷേ ഇതുവരെ യൂട്യൂബിന് ഇത് കറക്റ്റായിട്ട് ഡിറ്റക്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഈ അണ്ടർ 18 ആയിട്ടുള്ള ആളുകൾ നമ്മുടെ വീഡിയോസ് കണ്ടാലും ശരി, അവരെയും കൂടി 18നും 24നും ഇടയിലുള്ള ആ വ്യൂസിനുള്ളിൽ ഉൾപ്പെടുത്തിയിട്ടാണ് ഇതുവരെ യൂട്യൂബ് കാണിച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ അനാലിറ്റിക്സ് നോക്കിക്കഴിഞ്ഞാൽ 18 വയസ്സിന് താഴെയുള്ളവരുടെ എണ്ണം വളരെ കുറവായിട്ടായിരിക്കും ഇതുവരെ കാണിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ബ്രാൻഡുകൾ സ്പോൺസർഷിപ്പിനായിട്ട് നമ്മളോട് സംസാരിക്കുമ്പോൾ അവർക്ക് ഈ ഡെമോഗ്രാഫിക്സിൽ ഈ ഏജ് വൈസ് വ്യൂസ് അവർക്ക് അറിഞ്ഞേ പറ്റത്തുള്ളൂ. കാരണം ഏത് ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളാണ് നമ്മുടെ വീഡിയോസ് കാണുന്നതെന്ന് അവർക്ക് അറിഞ്ഞാലേ അവർക്ക് നമ്മളുമായി ഒരു സ്പോൺസർഷിപ്പിന് വരാനുള്ള ഒരു ഡിസിഷൻ അവർക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് യൂട്യൂബ് ഇവിടെ പറയുന്നത് ഈ പുതിയ അപ്ഡേറ്റിലൂടെ ഇനി മുതൽ AI ഈ ഓഡിയൻസിൻ്റെ വാച്ചിങ് പാറ്റേൺ, ഓഡിയൻസ് ബിഹേവിയർ, ഈ കാര്യങ്ങളൊക്കെ ബേസ് ചെയ്ത് ആക്യുറേറ്റ്ലി അവരുടെ ഈ ഏജ് ഗ്രൂപ്പ് എക്സാക്ട്ലി ഡിറ്റക്ട് ചെയ്ത് ഇവിടെ കാണിക്കുമെന്നാണ് യൂട്യൂബ് പറയുന്നത്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ബ്രാൻഡിന് സ്പോൺസർഷിപ്പിൽ വരുമ്പോൾ അവർക്ക് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മളുമായി ഒരു സ്പോൺസർഷിപ്പിൽ വരാനുള്ള തീരുമാനം എടുക്കാൻ പറ്റും. ഇനി നമുക്ക് തംബ്നെയിലിൽ വന്നിട്ടുള്ള അപ്ഡേറ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. തംബ്നെയിലിൽ അടിപൊളിയായിട്ടുള്ള 3 അപ്ഡേറ്റുകളാണ് വന്നിട്ടുള്ളത്. ഈ 3 അപ്ഡേറ്റുകളും വളരെ നല്ല അപ്ഡേറ്റുകൾ തന്നെയാണ്. അതിൽ ഒന്നാമത്തെ അപ്ഡേറ്റ് മൾട്ടി ലിംഗ്വൽ തംബ്നെയിൽ അപ്ഡേറ്റ്. അതായത് നിങ്ങൾ മലയാളത്തിലൊരു വീഡിയോ ചെയ്യുകയാണ്, ആ വീഡിയോയോടൊപ്പം നിങ്ങൾക്ക് മറ്റ് ലാംഗ്വേജുകളിലുള്ള ഡബ് ചെയ്തിട്ടുള്ള ഓഡിയോ ഫയൽ കൂടി അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇത് നേരത്തെ ഉണ്ടായിരുന്ന കാര്യം തന്നെയാണ്. ഇപ്പോൾ സപ്പോസ് നിങ്ങൾ ആ വീഡിയോടൊപ്പം ഇംഗ്ലീഷിൽ ഡബ് ചെയ്ത ഓഡിയോ ഫയൽ കൂടി കൊടുക്കുന്നു, അതിനോടൊപ്പം നിങ്ങൾ ഹിന്ദിയിൽ ഡബ് ചെയ്ത മറ്റൊരു ഓഡിയോ ഫയൽ കൊടുക്കുന്നു, അതുപോലെ മറ്റേതെങ്കിലും ലാംഗ്വേജിൽ ഡബ് ചെയ്തിട്ടുള്ള ഓഡിയോ ഫയൽ കൂടി കൊടുക്കുകയാണെങ്കിൽ അതിനോടൊപ്പം അതേ ലാംഗ്വേജിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള തംബ്നെയിൽ കൂടി നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതിനായിട്ട് നിങ്ങൾ യൂട്യൂബിൽ പോവുക, കണ്ടന്റിൽ ക്ലിക്ക് ചെയ്യുക, ലാംഗ്വേജിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ ഇംഗ്ലീഷിൽ ഡബ് ചെയ്തിട്ടുള്ള ഓഡിയോ ഫയലിൻ്റെ തൊട്ടടുത്തായിട്ട് ഈ ഇംഗ്ലീഷിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള തംബ്നെയിൽ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിലൂടെ നിങ്ങൾ ഇംഗ്ലീഷ് തംബ്നെയിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഹിന്ദിയിൽ ഡബ് ചെയ്തിട്ടുള്ള ഓഡിയോ ഫയലിൻ്റെ അടുത്തായിട്ട് ഹിന്ദിയിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു തംബ്നെയിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിലൂടെ നിങ്ങൾ ഹിന്ദി തംബ്നെയിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഓരോ ലാംഗ്വേജിലുള്ള ഓഡിയോ ഫയലും അതിൻ്റെ തൊട്ടടുത്തായിട്ട് ആ ലാംഗ്വേജിൽ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള തംബ്നെയിലും അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇങ്ങനെ നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഈ മലയാളത്തിലുള്ള ഈ ഒരു വീഡിയോ ഒരു ഹിന്ദി ഓഡിയൻസ്
ഓഡിയൻസിൻ്റെ അടുത്ത് എത്തുകയാണെങ്കിൽ യൂട്യൂബ് AI ഓട്ടോമാറ്റിക്കലി അവരെ കാണിക്കുന്ന ആ ഒരു തംബ്നെയിൽ നിങ്ങൾ ഈ കൊടുത്തിട്ടുള്ള ഹിന്ദി തംബ്നെയിൽ തന്നെയായിരിക്കും. അതിൽ അവർ ക്ലിക്ക് ചെയ്ത് ആ വീഡിയോ കാണുകയാണെങ്കിൽ ആ വീഡിയോയിൽ കേൾക്കുന്ന ഓഡിയോ അത് ഹിന്ദി ഓഡിയോയുമായിരിക്കും. അപ്പോൾ ഇത് വളരെ നല്ല ഒരു അപ്ഡേറ്റ് തന്നെയാണ്. ഇതിലൂടെ നമുക്ക് നമ്മുടെ വ്യൂസ് ഒരുപാട് കൂട്ടിയെടുക്കാൻ പറ്റും. അടുത്ത അപ്ഡേറ്റ് TV-യിൽ യൂട്യൂബ് വീഡിയോസ് കാണുമ്പോൾ സംഭവിക്കുന്ന ഒരു അപ്ഡേറ്റ് ആണ്. ഇതിലൂടെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പ്രൊമോഷൻ കിട്ടിയെന്ന് വരാം. അതായത് യൂട്യൂബ് ഇവിടെ പറയുന്നത് യൂട്യൂബ് അൽഗോരിതത്തിന് തോന്നുകയാണ് ചില വീഡിയോസ് TV-യിൽ ഒരുപാട് ആളുകൾ കാണുന്നുണ്ട്, ഒരുപാട് വ്യൂസ് അതിന് TV-യിലൂടെ കിട്ടുന്നുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അത്തരത്തിലുള്ള വീഡിയോസിനെ സെലക്ട് ചെയ്ത് TV-യിൽ അതിൻ്റെ തംബ്നെയിലിനെ ഒരുപാട് വലുതാക്കി കാണിക്കും. ഇതിലൂടെ ഉറപ്പായിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് പ്രൊമോഷൻ കിട്ടുകയാണ്. അപ്പം നിങ്ങളുടെ വീഡിയോസും ഇതുപോലെ TV-യിലൂടെ കൂടുതൽ ആളുകൾ കാണുന്നുണ്ടെങ്കിൽ, TV-യിലൂടെ നിങ്ങൾക്ക് കൂടുതൽ വ്യൂസ് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീഡിയോയുടെ ആ തംബ്നെയിലിനെയും മറ്റ് തംബ്നെയിലിനെക്കാട്ടിലും കൂടുതൽ വലുതാക്കി ഇനി മുതൽ TV-യിലൂടെ യൂട്യൂബ് കാണിക്കും. അപ്പോൾ ഇതാണ് ഈ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത അപ്ഡേറ്റ് വളരെ അടിപൊളി ഒരു അപ്ഡേറ്റ് ആണ്. ഇതിനെക്കുറിച്ച് കുറച്ച് നാൾ മുമ്പ് ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇങ്ങനൊരു അപ്ഡേറ്റ് വരുന്നുണ്ട് എന്നുള്ളത്. അതാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതായത് നമ്മൾ ഇതുവരെ ഒരു തംബ്നെയിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് 2 MB വരെയുള്ള തംബ്നെയിൽ മാത്രമേ അപ്ലോഡ് ചെയ്യാൻ പറ്റത്തുള്ളായിരുന്നു. പക്ഷേ ഇപ്പോൾ TV-യിലും ഈ യൂട്യൂബ് പോപ്പുലർ ആയിട്ടുള്ളത് കൊണ്ട് നമ്മുടെ ഈ 2 MB വരെയുള്ള തംബ്നെയിലൊക്കെ TV-യിൽ വന്നു കഴിഞ്ഞാൽ അതിന് ഒട്ടും ക്വാളിറ്റി ഉണ്ടാകത്തില്ല. ഒരുപാട് ക്വാളിറ്റി കുറഞ്ഞായിരിക്കും TV-യിൽ അതിനെ കാണിക്കുന്നത്. ആളുകൾക്ക് ചിലപ്പോൾ ക്ലിക്ക് ചെയ്യാൻ പോലും തോന്നിയെന്ന് വരത്തില്ല. അതുകൊണ്ട് യൂട്യൂബ് ഇവിടെ പറയുന്നത് ഇനി മുതലേ 2 MBക്ക് പകരം 50 MB വരെയുള്ള തംബ്നെയിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും. നല്ല HD ക്വാളിറ്റിയിൽ 4K ക്വാളിറ്റിയുള്ള തംബ്നെയിൽ 50 MB വരെയുള്ളത് നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കുറച്ച് വലിയ സ്ക്രീനിൽ വന്നാലും ശരി, TV-യിൽ വന്നാലും ശരി, ഇതിൻ്റെ ക്വാളിറ്റി ഇവിടെ കുറയത്തില്ല. നല്ല HD ക്വാളിറ്റി തന്നെ ആളുകൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ആളുകൾക്ക് ക്ലിക്ക് ചെയ്യാനുള്ള ടെൻഡൻസി അവിടെ കൂടും, നമുക്ക് അവിടെ വ്യൂസും കൂടി കിട്ടും. അപ്പോൾ ഇതാണ് പുതിയതായിട്ട് വന്നിട്ടുള്ള 5 അപ്ഡേറ്റുകൾ. ഈ തംബ്നെയിലിൽ വന്നിട്ടുള്ള എല്ലാ അപ്ഡേറ്റും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, നിങ്ങൾക്കും ഇഷ്ടപ്പെടുമെന്ന് തന്നെ കരുതുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ കമൻസ് ഒന്ന് അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ യൂസ്ഫുൾ ആയ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.